Hi, welcome to Coolstock YouTube channel. November 17th, Nifty 50 Trading Analysis. Coolstock SNK Indicator ഫ്രീ ട്രയൽ ആവശ്യമുള്ളവർ ഈ പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക 9400273266. ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കാം. യെസ് അക്ഷിത, ഇന്ന് മൺഡേ. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം എന്താണ് ടേബിൾ റീഡ് ചെയ്യുന്നതെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ മാർക്കറ്റ് ഓപ്പണായി 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞു. ആ നേരത്ത് എന്താണ് ടേബിളിൽ നമുക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇന്ന് എന്താണ് വരാൻ സാധ്യത എന്നുള്ളതിൻ്റെ ഒരു സൂചന ഈ ടേബിളിൽ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. എന്താണ് ഇന്നുള്ളത്? ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബുള്ളിഷ് ആണ്, പവർ ഓഫ് കൺട്രോൾ ബുള്ളിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് സ്ട്രോങ് ആണ്, സീറ്റ സിഗ്മ പോസിറ്റീവ് ആണ്. ബൈ ലൈറ്റ് ഗ്രീൻ കളറിലാണ് കാട്ടുന്നത്, അതുകൊണ്ടാണ് 2-3. ഇവിടെ ബൈ ഡാർക്ക് ഗ്രീൻ കളറിലാണ് എന്നുണ്ടെങ്കിൽ സ്കോർ 3-3 ആയിരിക്കും. ഈ റീഡിംഗ് വെച്ച് ഇപ്പോഴത്തെ സ്റ്റാറ്റസിൽ ഒരു സിക്കുള്ള സാധ്യത വളരെ കൂടുതൽ കാണുന്നുണ്ട്. നമുക്ക് എന്താണ് സിഗ്നൽ വരുന്നത് നോക്കാം. 9:29 സിഗ്നൽ വരിക. അതിൻ്റെ ഇടയിൽ എല്ലാ 3 മിനിറ്റിൽ യൂഷ്വലി പറയുന്ന പോലെ സ്കാനറിൽ യെല്ലോ കളറിൽ സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 9:29 ആയി. 9:29 എന്താണ് വന്നിരിക്കുന്നത്? 25,950 PE. 25,950 PE ആണ് ഇന്ന് വന്നത്. ടേബിൾ എന്താ റീഡ് ചെയ്യുന്നത്? എല്ലാം പോസിറ്റീവ്, എല്ലാം ബുള്ളിഷാ. ഇത്രയും ബുള്ളിഷ് രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് 9:30 ആയപ്പോഴും 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴും ടേബിളിൽ ഒരു മാറ്റവും ഇല്ല, എല്ലാം ബുള്ളിഷാണ്. അതിൻ്റെ കൂടെ വന്ന ആൽഫ കാൻഡിൽ 25,950 PE 2 സ്റ്റാറേ ഉള്ളൂ. അപ്പം 2 സ്റ്റാർ ഉള്ള സ്ഥിതിക്ക് ഇതിനുള്ള സാധ്യത അത്ര ബ്രൈറ്റ് അല്ല. ഇവിടെ മിനിമം 3 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ വന്നാൽ അത്രയും പോസിറ്റീവാണ്. ഇപ്പം 2 സ്റ്റാറേ ഇവിടെ കാണുന്നുള്ളൂ. നമുക്ക് ഇങ്ങനെ ഇൻഡെക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡെക്സിൽ റീഡ് ചെയ്യുന്നിടത്ത് മൊത്തത്തിൽ പോസിറ്റീവാണ് കാണുന്നത്. വന്നത് PE ആണ്. ഇപ്പം നമ്മൾ ഉടനെ എന്ത് ചെയ്യണം? ഉടനെ സ്ട്രൈക്കിലേക്ക് മാറണം. സ്ട്രൈക്കിൽ നമുക്ക് ആദ്യം സ്ട്രൈക്ക് ഇതാണെന്ന് അറിയില്ല, അപ്പം നമ്മൾ ഇത് ഇട്ട് വെച്ചിട്ടും ഉണ്ടാവില്ല. നമുക്ക് ഇൻഡെക്സിൽ വന്ന ശേഷം നമ്മൾ സ്ട്രൈക്കിലേക്ക് ഷിഫ്റ്റ് ആവുന്ന നേരത്ത് സ്ട്രൈക്കിൽ അതേ നേരത്ത് 9:29 ക്യാൻഡിൽ 9:30 അവസാനിക്കുന്ന നേരത്ത് അവിടെ ഓൾറെഡി ഈ അൽഫ സിഗ്നൽ വന്നിട്ടുണ്ടാവും. ആ അൽഫ സിഗ്നലിൽ ബൈ പ്രൈസും ടാർഗറ്റും സ്റ്റോപ്പ് ലോസും പറയുന്നുണ്ടാവും. ബൈ പ്രൈസ് 64 ആണ്, ടാർഗറ്റ് 72, സ്റ്റോപ്പ് ലോസ് 56. പക്ഷെ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നിടത്ത് ഷിഫ്റ്റ് ചെയ്യുന്ന നേരത്ത് സ്ട്രൈക്കിലേക്ക് വന്ന് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ടേബിൾ റീഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനു മുമ്പ് നമുക്ക് ടേബിൾ റീഡ് ചെയ്യാൻ, ഈ സ്ട്രൈക്കിൻ്റെ ടേബിൾ റീഡ് ചെയ്യാൻ പറ്റില്ല. സ്ട്രൈക്ക് വന്നു, നമ്മളത് വന്നു, നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഈ ഒരു ടൈം ലാപ്സ് നമ്മൾ എടുക്കും യൂഷ്വലി. ഈ ടൈം ലാപ്സ് എടുത്തു കഴിഞ്ഞ് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണുന്നത് എന്താണ്? ട്രെൻഡ് എന്താ? ബെയറിഷ് ആണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോ ബെയറിഷ് ആണ്, POC ബെയറിഷ് ആണ്, സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വീക്ക് ആണ്, സീറ്റ സിഗ്മ വോളിയം, ഇമ്പോർട്ടന്റ് ആയ വോളിയം നെഗറ്റീവ് ആണ്. സ്കോർ 0 ആണ്. സ്കോർ 0 ആണ്. മൊത്തത്തിൽ റെഡ് ആണ്. ഇവിടെ ഒരു അനുകൂലവും കാണുന്നില്ല. ഇങ്ങനത്തെ നേരത്ത് ഇങ്ങനെയാണ് സ്ക്രീനിൽ ടേബിൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ സ്ട്രൈക്ക്, നമ്മൾ വന്നിരിക്കുന്ന സ്ട്രൈക്ക് നമുക്ക് ബൈ പ്രൈസിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു 2 എണ്ണമെങ്കിലും പോസിറ്റീവ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാമായിരുന്നു 7 മിനിറ്റ് വരെ. പക്ഷെ ആദ്യത്തെ 5 മിനിറ്റ് കഴിയുന്ന നേരത്ത് 9:30 തൊട്ടിട്ട് 9:40 ആയപ്പോഴും ആ ടേബിളിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. സിഗ്നൽ ഓഫ് ദ സ്ട്രെങ്ത് വളരെ വീക്കാണ്. ട്രെൻഡ് നെഗറ്റീവാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലോ നെഗറ്റീവാണ്, സീറ്റ സിഗ്മ വോളിയം നെഗറ്റീവാണ്. സ്കോറ് 0 തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം സമയം 9:35 ആയി. 9:35 ക്യാൻഡിൽ ക്ലോസ് ആവുന്ന നേരത്ത് 9:36 ആവും. അപ്പോഴും ഇത് നമ്മളെ ബൈ പ്രൈസിലേക്ക് വന്നിട്ടില്ല. അടുത്ത ക്യാൻഡിലിൽ
ആണ് ഇത് ബൈ പ്രൈസിലേക്ക് വരാൻ പോകുന്നത്. ആ കാൻഡലിൽ ബൈ പ്രൈസ് വന്നോ? വന്ന് അതെ, ബൈ പ്രൈസിലെത്തി 9:39. 9:39 അപ്പോഴേക്ക് 9 മിനിറ്റ് കഴിഞ്ഞു. അതെ, നമ്മളെ ബൈ സമയം വന്നിട്ട് 7 മിനിറ്റ് വരെ ഓക്കെ, 8 ലാസ്റ്റ്, ഇത് 9 കഴിഞ്ഞ് 9:39 കാൻഡിൽ വന്നാൽ 9:40 ക്ലോസ് ആവുക. 10ാമത്തെ മിനിറ്റിൽ ക്ലോസ് ആവുന്ന കാൻഡിലാണ് ഓർഡർ എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ആ നേരത്ത് ഇവിടെ ഉള്ള ഏക ചേഞ്ച് എന്താ വന്നിരിക്കുന്നത്? വോളിയം വന്നു. വോളിയം പോസിറ്റീവ് ഉണ്ട്, പക്ഷെ ബാക്കി ഒക്കെ നെഗറ്റീവാണ്. തിരിച്ചിട്ട് നമ്മൾ ഇൻഡെക്സിൽ പോയിട്ട് അതേ നേരത്ത് ഇൻഡെക്സിൽ എന്താ സ്റ്റാറ്റസ്? എല്ലാം പോസിറ്റീവ് തന്നെയാണ്. ഇവിടെ ഒരു കാര്യവും നെഗറ്റീവ് ആയിട്ടില്ല ഇത്ര നേരമായിട്ടും. 9:40 നമുക്ക് സ്ട്രൈക്കിൽ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത്. ഇവിടെ ഇപ്പോൾ 9:36, 38, 37, 38, 39, 40, 41 ഇവിടെ എത്തുന്നേരത്തും ഇൻഡെക്സിൽ ഒരു ചേഞ്ചും ഇല്ല, വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സ്ട്രൈക്കിൽ ആകെ വന്ന ഒരു പോസിറ്റീവ്, വോളിയം കുറച്ച് ഡെവലപ്പ് ചെയ്തു, സ്കോറ് 0-ന്ന് 1 എത്തി. ഇങ്ങനെയുള്ള നേരങ്ങളിൽ ഈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് എക്സിക്യൂട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ടാർഗറ്റ് എത്താൻ കാത്തിക്കരുത്. ടാർഗറ്റിന്റെ 50% നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ടാർഗറ്റിൻ്റെ ഒരു 50% കവർ ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാൽ നമുക്ക് ലോസ് വരില്ല, ചെറിയൊരു പ്രോഫിറ്റ് കിട്ടും. എല്ലാവരും 3 ലോട്ടാണ് എടുക്കേണ്ടത്. 3 ലോട്ട് എടുത്തിട്ട് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 68-ന് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. 68-ന് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഒരു 900 റുപ്പീസ് അതിൽ പ്രോഫിറ്റ് വരും. ഇത് ടാർഗറ്റിലേക്ക് എത്തുന്നുണ്ടോ നോക്കാം, മേലോട്ടേക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ 50% എത്തുന്നതിൻ്റെ ആട്ടി മുമ്പ് തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ടോ? ഇല്ല. ഇവിടെ 50% കവർ ചെയ്തു, 69.30 ആയി. അടുത്തത് 70.95 ആണോ അല്ലേ എന്നുള്ളത് എക്സാക്റ്റ് നമുക്ക് നോക്കാം. എത്രയാണ് വന്നിരിക്കുന്നത് ആ പ്രൈസ്? 70.75 എത്തി. 70.75 എത്തിയ സ്ഥിതിക്ക് നമ്മൾ ഈ പറഞ്ഞ 50% കവർ ചെയ്ത് കഴിഞ്ഞു. 75% എടുത്ത് കവറായി. 75 ആണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് 72 ആണ്. ഇവിടെ എല്ലാം നെഗറ്റീവ് ആയിരുന്നു, പോസിറ്റീവ് ആകണ്ടായ ഓളയാണ്. ആ ഓളയും കയറിയത് ഈ ക്യാൻഡിൽ നിന്നാണ്. അപ്പം അവിടെ വെച്ചിട്ട് ഈ ഓർഡർ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞ് 50% ഇവിടെ 50% കവറായി. 50% കവർ ആവുന്നേരത്ത് ഈ ക്യാൻഡിൽ ആയിട്ടില്ല. ഈ ക്യാൻഡിലിൽ 50% കവർ ആയിട്ടില്ല. 67-70 എത്തിയിട്ടുള്ളൂ. നമുക്ക് വരേണ്ടത് മിനിമം 68 കവർ ചെയ്യണം. അപ്പോൾ 68-ൻ്റെ മേലെ കവറായ ക്യാൻഡിൽ ഈ ക്യാൻഡിലാണ്. 69.35 ആയിട്ടുണ്ട്. 69.35 എത്തിക്കഴിഞ്ഞാൽ 68-ൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചാൽ അടുത്ത ക്യാൻഡിൽ അഥവാ ടാർഗറ്റ് ഹിറ്റ് ആവുകയാണെങ്കിൽ ഹിറ്റ് ആവട്ടെ. ടാർഗറ്റ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് മേലെ പോയിട്ട് ഓർഡർ ചെയ്താൽ മതി, നമ്മൾ അവിടെ എക്സിറ്റ് അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് താവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമ്മളുടെ ഓർഡർ സെല്ലായി പോകും. ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ 70-75 വരെ വന്നു. താഴത്ത് 67.20-ൽ ആ ക്യാൻഡിൽ ക്ലോസ് ആവുന്ന നേരത്ത് ഇവിടെ സെല്ലിങ് നടന്നു. 900 റുപ്പീസാണ് ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തത്. 3 ലോട്ടായിരുന്നു എടുത്തത്. അപ്പം ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഇൻഡെക്സിൽ ഫുൾ പോസിറ്റീവായി നിൽക്കുന്ന നേരത്ത് ആൽഫ വന്നത് PE ആണ് എന്നുണ്ടെങ്കിൽ PE സ്ട്രൈക്കിൽ പോസിറ്റീവ് അല്ല, വോളിയം അടക്കം നെഗറ്റീവാണ് കാട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഓർഡർ എക്സിക്യൂട്ട് ആവുന്ന നേരത്ത് വോളിയം കാട്ടിയാൽ ആ വോളിയം കാട്ടിയ സ്ഥിതിക്ക് ഇതൊരു 50% കവർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് നമ്മൾ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ട്രേഡ് ചെയ്യേണ്ടത്. ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന നേരത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഒരു GPS പോലെ ടേബിളിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും എന്താണ് സ്റ്റാറ്റസ്, എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന്. ഒരു ബെസ്റ്റ് ഓഫ് ജഡ്ജ്മെൻ്റ് എടുക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് ഈ ടേബിൾ. ടേബിൾ റീഡ് ചെയ്യാൻ പഠിച്ചാൽ ട്രേഡ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ അഷിത. ഓക്കെ സർ. അപ്പം ഇന്നത്തെ ട്രേഡിനെ പറ്റിയിട്ടുള്ള അനാലിസിസ് കഴിഞ്ഞു. നിഫ്റ്റി 50 ഇൻട്രാഡേ അനാലിസിസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.